അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, ഏറ്റവും പരിശുദ്ധമായ ഒരു സമയത്താണല്ലേ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ 6 മാസങ്ങളായിട്ട് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആ റമദാൻ മാസത്തെ നമുക്ക് കിട്ടി. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ആ റമദാനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിശ്വാസം എല്ലാവർക്കും ഇല്ലേ? നമ്മുടെ ഒരു കഴിവിനനുസരിച്ച് എന്തായാലും റമദാനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു റമദാന് വിട പറഞ്ഞ ഈ ഒരു സമയത്ത് സ്വഹാബത്തിൻ്റെ ഒക്കെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ഈ റമദാനുമായിട്ട് കണക്റ്റായിട്ടായിരുന്നു അവരുടെ ജീവിതം തന്നെ ഉണ്ടായിരുന്നത്. റമദാന് കഴിഞ്ഞാലുള്ള 6 മാസം അവർ ഈ റമദാൻ്റെ അതേ ഇതിൽ തന്നെ റമദാൻ്റെ ആ ഒരു രീതിയിൽ നിന്നിട്ട് പിന്നീടുള്ള 6 മാസം അവർ റമദാനെ തേടിക്കൊണ്ടേയിരിക്കുക ചെയ്യുക. നഷ്ടപ്പെട്ട റമദാനെ ചിന്തിച്ചിരിക്കും, പിന്നെ അതിനുശേഷം ഉള്ള 6 മാസം റമദാനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ സ്വഹാബത്തിൻ്റെ ഒന്നും അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഓരോ ആളുകളും റമദാനെ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ? റമദാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കൽ ആണോ നോമ്പിൻ്റെ ലക്ഷ്യം? അല്ലേ? നോമ്പ് എടുക്കുക എന്നുള്ളതല്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. റമദാൻ എന്ന് പറയുന്ന ഒരു മാസം നമുക്കൊരു ട്രെയിനിങ് ആണ്. ഒരു ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ച് നമുക്കറിയില്ലേ? പരീക്ഷ എന്ന് പറയുന്നത് എക്സാം നടക്കുന്നുണ്ട്. എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതലല്ല എക്സാമിൻ്റെ ലക്ഷ്യം. എക്സാമിന് ശേഷമുള്ള ആ ഒരു റിസൾട്ട്, അതിന് ശേഷമുള്ള നമ്മുടെ ഫ്യൂച്ചർ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അല്ലാതെ എക്സാം എന്ന് പറഞ്ഞത് അത് എഴുതുന്നത് കൊണ്ട് മാത്രം ഒരു ഗുണമില്ലല്ലേ? അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അയാളുടെ ഫ്യൂച്ചർ ഉണ്ടായിരിക്കുക. ഫെയിൽ ആവുകയാണെങ്കിൽ അവർ വീണ്ടും ആ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ്. ഈ എക്സാമുമായിട്ട് നമ്മൾ റമദാനിനെ ഉപമിക്കുകയാണെങ്കിൽ ആ ഒരു എക്സാമാണ് റമദാൻ മാസത്തിൽ നടന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. റമദാൻ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് എന്താണുള്ളത്? അത് നമ്മുടെ റമദാന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ എനിക്ക് റമദാന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് ആ റമദാനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന തഖ്വ, ഒരു സുഖം, അത് റമദാൻ ഇങ്ങനെ കഴിയുന്ന അവസാനം പെരുന്നാളൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മളിൽ ആ ഒരു റഹ്മത്ത് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂലേ? ആ ഒരു മാസത്തിൽ എത്ര ചൂടാണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും എത്ര ക്ഷീണം ഉണ്ടെങ്കിലും റമദാനിലെ നോമ്പിന് ആ ക്ഷീണം നമ്മൾ അറിയൂല. റമദാൻ തുടങ്ങുന്ന സമയത്ത് ഒരു മാസം എന്ന് പറയുകയാണെങ്കിലും വളരെ വേഗം റമദാൻ്റെ ഓരോ ദിനരാത്രങ്ങളും കഴിയുന്നതും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു സമയത്ത് ഇബാദത്ത് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക എനർജി നമ്മളിലേക്ക് എത്തും. പക്ഷേ റമദാന് ശേഷം നമ്മൾ ഈ ഒരു മാസത്തെ ട്രെയിനിങ് കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ആ ഒരു കറകളഞ്ഞ ആ ഒരു ഫിത്രയിലേക്ക് എത്തിയ നമ്മുടെ ആത്മാവിനെ നമ്മൾ ഒരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല. ഇതാണ് റമദാൻ കിട്ടിക്കഴിഞ്ഞ ആളുകളിൽ ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ പരിശുദ്ധമായ റമദാൻ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയ ശേഷമാണല്ലോ അല്ലേ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയത്. അതിൻ്റെ മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ റസൂല് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു മാസത്തെ തുടർച്ചയായിട്ടുള്ള നോമ്പില്ല. ഈ നോമ്പ് നിർബന്ധമാക്കിയത് ഏറ്റവും ചൂടുള്ളൊരു സമയത്താണ്. അപ്പം ഈ ഒരു ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോറ്റിരുന്ന സ്വഹാബത്തും റസൂലും ഒരു മാസം തുടർച്ചയായുള്ള നോമ്പാക്കിയ ശേഷം അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഒരിക്കലും നിങ്ങളെ ഞെരുക്കത്തിലാക്കൂല, ബുദ്ധിമുട്ടിലാക്കൂല, നിങ്ങൾക്ക് ആശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നൽകിയത് എന്നാണ്. സംഭവം കറക്റ്റായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നു ഒരു മാസം നോമ്പ് നോൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആശ്വാസം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാകുന്നൊരു കാര്യമാണ്. റമദാൻ ആ ഒരു മാസത്തിൽ നോമ്പ് നോൽക്കുക ഇബാദത്ത് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു എളുപ്പമുണ്ടായി വരുന്നുണ്ട്. അപ്പം അള്ളാഹു ഏതൊരു കാര്യത്തിനെയും നമ്മൾ
എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ? ആ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് അള്ളാഹു ഓരോ കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. അപ്പോൾ റമളാൻ എന്തുകൊണ്ട് എന്നുള്ളതിന്, എന്തിനു വേണ്ടിയാണ് റമളാൻ, നമുക്കൊരു ട്രെയിനിങ് പീരീഡാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. റമളാൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വയാണ്. നമ്മുടെ ഉള്ളിൽ ആ ഒരു തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അള്ളാഹിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ, ദീനിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ശരിക്കും അത് സത്യമല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഹലാലാക്കി തന്നിട്ടുണ്ട്. വിവാഹം ഹലാലാക്കി തന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ സ്ത്രീ പുരുഷൻ തമ്മിലുള്ള സുഖങ്ങൾ ആസ്വദിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇണയും തുണയുമായിട്ട് വിവാഹത്തെ അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഹലാലാക്കിയ ബന്ധത്തെ അതൊരു അവിഹിത ബന്ധത്തിലാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ ഒരു റമളാനിന് പൂർണ്ണത ഉണ്ടാവില്ല. ആ ഒരു ബന്ധത്തിൽ അവിഹിതമായിട്ടുള്ള ഏതൊരു ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിലും ചിലപ്പോൾ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവിഹിത ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിനുശേഷം വളരെ പ്രയാസം ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അവർക്ക് മാനസികമായിട്ടും എല്ലാം ഇത് ഒരു ബുദ്ധിമുട്ടായിരിക്കുള്ള ഒരു ഫീലിംഗാണ്. എന്നാൽ ഹലാലാക്കിയ ആ ഒരു ബന്ധത്തിലോ അവിടെ സന്തോഷവും അള്ളാഹിൻ്റെ റഹ്മത്തും ഒക്കെ ഇങ്ങനെ കാണുന്നതും, നമുക്ക് റഹ്മത്തൊക്കെ ഇങ്ങനെ വരുന്നതും, ആ ബന്ധത്തിൽ ഏത് സമയത്തും സൂക്ഷ്മതയും പിന്നെ അവിടെ അവർക്കിടയിൽ സ്നേഹമൊക്കെ വർദ്ധിച്ച് അതിന് ഓരോ കാര്യങ്ങൾക്കും കൂലി ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി സമ്പാദിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഹറാമായ രീതിയിൽ ഒരു മോഷ്ടിക്കുന്ന സമയത്ത് എത്രമാത്രം മാനസിക പിരിമുറുക്കത്തു കൂടെ ആയിരിക്കും ഒരു മോഷണം സംഭവിക്കുക. അതിനുശേഷം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായിട്ട് അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടാലുള്ള ഭവിഷ്യത്തുകളൊക്കെ ഒരുപാട് റിസ്ക് ഉള്ളതാണ്. അത് അള്ളാഹു ഹലാലാക്കിയ മാർഗം വളരെ എളുപ്പമുള്ളതുമാണ് അല്ലേ? നമ്മൾ ഈ റമളാൻ ഒരു ട്രെയിനിങ് പീരീഡാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സാക്ഷിയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണങ്ങൾ. അപ്പോൾ അതുപോലെ ചില ആളുകൾക്ക് അഡിക്ഷൻ പോലും ഉണ്ടാവും, ചായ കോഫി പോലുള്ള കാര്യങ്ങൾ. അതൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഹലാലായത് വരെ ഹറാമാക്കിയത് ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു 30 ദിവസം നമുക്ക് എന്തൊക്കെ ട്രെയിനിങ് ആണ് തരുന്നത്? ശരീരേച്ഛകളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും. നമ്മുടെ ആത്മാവിനൊരു ഫിത്രയിലേക്ക് എത്തിക്കാൻ 11 മാസക്കാലം ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് നടന്നിട്ട് 1 മാസക്കാലം നമ്മുടെ ആത്മാവിന്, നമ്മുടെ റൂഹിന് വേണ്ടിയിട്ടുള്ളൊരു മാസമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. റൂഹിൻ്റെ ദാഹം ശമിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് ഈ 30 ദിവസം നമ്മൾ ട്രെയിനിങ് തരുന്നുണ്ട് അല്ലാഹു നമുക്ക്. എന്തിന്? ശരീരേച്ഛകളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പം ആ ഒരു ട്രെയിനിങ് കിട്ടിയ നമ്മൾ പിന്നീട് ഒറ്റ ദിവസങ്ങൾ കൊണ്ട് പഴയ രീതിയിലേക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. റമളാന് സമാധാനത്തിൻ്റെ വഴിയാണ്. ദീനിൻ്റെ വഴിയൊക്കെ സമാധാനത്തിൻ്റെ ആണല്ലേ? അപ്പം നമുക്ക് ഒരു രോഗം വന്നിട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഇത്ര ഒരു ദിവസം ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കണം. ആ 2 ആഴ്ച ഡോക്ടർ പറഞ്ഞത് പ്രകാരം നമ്മൾ ആ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോഴാണ് നമ്മുടെ അസുഖത്തിന് എന്തുണ്ടാവുക? നമ്മുടെ അസുഖം മാറുന്നതും അതിന് ശമനം ഉണ്ടാവുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ആരാധനകൾ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ചെയ്യുന്ന സമയത്താണ് നമുക്ക് സമാധാനം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു 30 ദിവസത്തെ ട്രെയിനിങ്ങിൽ നമ്മളിങ്ങനെ ഉറപ്പിച്ച് പറയാണ് അല്ലാഹു അക്ബർ. 30 ദിവസത്തെ റമളാനിന് ശേഷം വരുന്ന പെരുന്നാൾ രാവിലെ മാസം കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലുന്നതും ചെല്ലൽ സുന്നത്തുള്ളതും എന്താണ്? തക്ബീർ ആണല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു അക്ബർ, നീയാണ് റബ്ബ് ഏറ്റവും വലിയവൻ. നിന്റെ കൽപ്പനകളെ
ആണ് ഏറ്റവും വലുത്. നിൻ്റെ കൽപ്പനകൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, നിൻ്റെ കൽപ്പനകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെക്കുന്നുണ്ട് എന്ന് നമ്മളിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ നിമിഷത്തിലും അത് 30 ദിവസവും നമ്മളത് കാണിച്ചു കൊടുത്തിട്ടാണ് പിന്നെ റബ്ബിനോട് പറയുന്നത് അല്ലാഹു അക്ബർ എന്നുള്ളത്. അതായത് ഈ തക്ബീർ നമ്മുടെ നാവിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ് ഒരു സമയത്ത് വരുന്നത്. അതായത് റബ്ബേ, നിന്റെ കൽപ്പനകൾ പ്രയാസമുള്ളതാണെങ്കിലും നിന്റെ കൽപ്പനകളാണ് ഏറ്റവും വലുത്. അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും വലുത്, നിന്റെ കൽപ്പനകളാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആ പെരുന്നാൾ രാവിലെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന ഒരു മാധുര്യം ഇങ്ങനെ കുറഞ്ഞ് എന്തായി വരുന്നുണ്ട്, അല്ലാഹു അക്ബർ നമ്മുടെ നാവിലേക്കായിട്ട് വരുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ അല്ലാഹു അക്ബർ നാവിലേക്കാവാൻ പാടില്ല. നോമ്പിൻ്റെ സമയത്ത് ഇബ്ലീസിനെ അല്ലാഹു കെട്ടിയിട്ടാന്ന് പറഞ്ഞ് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെട്ടതാണെന്ന്. എന്നാൽ ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് എന്താണ്? ഇബ്ലീസ് നമ്മുടെ ചിന്തകളിൽ വരെ ഇടപെടുന്നുണ്ട് അല്ലേ. നമുക്കിങ്ങനെ വസ്വാസ് ഉണ്ടാക്കി തരുന്നുണ്ട്, നമുക്കിങ്ങനെ തോന്നലുകൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഒരു നിസ്സാരമായ തെറ്റല്ലേ, ഇതൊക്കെ ഒരു ചെറിയ തെറ്റാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, ഇതൊന്നും കുഴപ്പമില്ല, ഇതിനൊക്കെ തക്ക് വേണ്ട, അല്ലെങ്കിൽ ഇത് പ്രശ്നമല്ല എന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ ഉണ്ടാക്കി തരാണ്. ആ ഒരു ചിന്തകളിലാണ് നമ്മൾ ആദ്യം വീണു പോകുന്നത്. അങ്ങനെ നമ്മുടെ ചിന്തകളിൽ ഇടപെട്ട് അവസാനം നമ്മൾ എന്താവും, അല്ലാഹു അക്ബർ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുഴുവനായിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഇബ്ലീസിൻ്റെ അടിമയായി പോവുക. പിന്നീട് അവൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക പോലുമില്ല, അതേപോലെ പ്രവർത്തിച്ചു പോകും. അല്ലാഹു അക്ബർ അവൻ്റെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോവാതിരിക്കട്ടെ. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച സമയത്ത് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് കൽപ്പിച്ചപ്പം സുജൂദ് ചെയ്യാൻ വിമ്മിഷ്ടം കാട്ടിയത് എന്തുകൊണ്ടാണ്? വസ്തക്ബർ എന്നാ പറഞ്ഞു. വസ്തക്ബർ വൽ കാഫിറൂൻ, അവന് കാഫിറായി പോകാനുള്ള കാരണം വസ്തക്ബർ കിബിറാണെന്നുള്ളത്. കാരണം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഈ മലക്കുകളുടെ നേതാവായ ഞാനെങ്ങനെയാണ്, മലക്കുകളുടെ ഉസ്താദായ ഞാനെങ്ങനെയാണ് സുജൂദ് ചെയ്യുക? അവിടെ അല്ലാഹു അക്ബർ എന്നത്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നത് മറന്നിട്ട് ഇബ്ലീസ് ഞാനാണ് ഏറ്റവും വലിയവൻ എന്നതിലേക്ക് മാറിപ്പോയതാണ്. അല്ലാഹു അക്ബർ എന്ന തോട്ടിൽ നിന്നും എന്നിലേക്ക് നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് പോലെ ഇബ്ലീസായി പോയതാണ്. ഇങ്ങനെ പല അവസരങ്ങളിലും നമ്മളിലും സംഭവിക്കാറില്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത്, ഇപ്പം തന്നെ റമദാനിൽ നമ്മുടെ അമലുകൾ ചെയ്ത സമയത്ത് ഞാൻ എല്ലാ ദിവസവും തറാവീഹ് നിസ്കരിച്ചു, ഞാൻ ഇത്ര ഖത്ം ഓതി, ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഞാൻ നല്ലൊരാളാണ്, ഞാൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത വന്നു പോയാൽ അവിടെ കിബിറ് കയറി വരികയാണ്. നമ്മുടെ ഇബാദത്തുകളൊക്കെ ഏത് സ്വീകരിക്കണമെങ്കിലും അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇങ്ങനെ ഈ അല്ലാഹു അക്ബർ എന്നതും പറഞ്ഞ് ഇബ്ലീസ് സ്വന്തത്തിൽ കിബർ വന്ന സമയത്താണ് അവൻ ഏറ്റവും കൂടുതൽ താഴത്തേക്കായിട്ട് ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പോയത്. അപ്പം ഈ ഒരു റമദാനിൽ നമ്മൾ നേടിയ പ്യൂരിഫിക്കേഷന്, നമ്മൾ നേടിയ ഒരു പരിശുദ്ധി കളയാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട ഒരു മാലിന്യമാണ് കിബർ എന്നുള്ളത്. ഞാൻ എന്നുള്ള ഭാവം, ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ തരക്കേടില്ല എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അണുമണി തൂക്കം വന്നു പോയാൽ എന്നാണ്, ഒരു കിബറിൻ്റെ അണുമണി തൂക്കം ഒരാളുടെ ഹൃദയത്തിൽ വന്നു പോയാൽ അവരുടെ ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. അത്രയും ഭീകരമാണ്. അപ്പം ഈ ഒരു കിബർ ഇല്ലാതെ അല്ലാഹു അക്ബർ നീ റബ്ബേ, അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ അല്ലാഹു അക്ബർ നമ്മൾ മറന്നുപോകല്ലേ. റബ്ബ് ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യുമ്പം പഠിച്ചവനെ ഞാൻ നേടിയ ഒരു പ്യൂരിഫിക്കേഷന് നീയാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ചിന്തയിൽ നിന്നും നമ്മൾ മാറിപ്പോവാണ്. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇബ്ലീസിന് ഏതൊരു സമയത്തും നമ്മുടെ ശരീരത്തിലെ രക്തം ഓടുന്ന സ്ഥലങ്ങളിൽ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ,
അതുപോലെ തന്നെയാണ് ഇബിലീസ് ഓരോ ആളുകളുടെയും പേഴ്സണാലിറ്റി സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ടാണ് ഇബിലീസ് ഇടപെടുക. അപ്പം നമ്മളൊക്കെ പല വീക്ക്നെസ് ഉള്ള ആളുകളായിരിക്കും. ഈ വീക്ക്നെസ്സിലാണ് ഇബിലീസ് ആദ്യം ഇടപെടുക. ചില ആളുകൾക്ക് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, അല്ലെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വന്നത്, അപ്പം ആ ഒരു ഒഴിവ് സമയമായിരിക്കും ചിലപ്പോൾ ഇബിലീസ് എന്ത് ചെയ്യുക, കയറി പിടിക്കുക. ആ ഒഴിവ് സമയം അവൻ ഉപയോഗപ്പെടുത്തിയിട്ട് അതിൽ നിന്നും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇബിലീസ് എവിടേക്ക് എത്തിക്കും, അവൻ്റെ അധീനതയിലേക്ക് എത്തിച്ചാൽ പിന്നെ നമുക്കതൊരു പ്രശ്നമില്ലാത്ത രീതിയിലാകും. സത്യമായിട്ട് നമ്മൾ ഒരു ചെറിയ തെറ്റ്, ആദ്യമായിട്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു കളവ് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരിക്കും. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകരുടെ അടുത്തൊക്കെ ഒരു കളവ് പറയാൻ ആദ്യം ഇത്രയേറെ പ്രയാസം ഉണ്ടാവും. എന്നാൽ പിന്നീട് ഇങ്ങനെ അത് എന്ത് ചെയ്യും, നമ്മൾ ഒരു ദിവസം ഒരു കള്ളത്തരം ചെയ്തു, സ്കൂളിൽ നിന്ന് ടീച്ചർ കാണാതെ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അത് ചെയ്യാനൊരു ധൈര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് ഏതൊരു തെറ്റും. ആദ്യം ചെയ്യുന്ന സമയത്ത് അതിന് വലിയ പ്രശ്നം നമ്മുടെ ഉള്ളിൽ തോന്നില്ല. എന്നാൽ ഓരോ ദിവസവും നമ്മളത് വീണ്ടും ചെയ്യുന്ന സമയത്ത് ഒരു കളവ് അല്ലെങ്കിൽ ഒരു തെറ്റ് വരുന്ന സമയത്ത് ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വരുമെന്നറിയും. ആ ഒരു കറുത്ത പുള്ളി ഒരു ദിവസം വന്ന്, രണ്ടാമത് വന്ന്, അങ്ങനെ ഓരോ പുള്ളികൾ വന്നിട്ട് നമ്മുടെ ഈ പ്യൂരിഫൈ ചെയ്ത ഒരു സംശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിലേക്ക് കറുപ്പ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയുള്ള കാര്യമായിരിക്കും. അപ്പം ഈ ഒരു റമളാനിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി, നമ്മുടെ ദേഹേച്ഛകളൊക്കെ ഒഴിവാക്കി നമ്മൾ പരിശുദ്ധമായി റമളാൻ മാസത്തിൽ നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ഒരുപാട് അമലുകൾ ചെയ്യുകയും സകാത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലല്ലേ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പം ഈ ഒരു റമളാൻ്റെ പരിശുദ്ധി നമ്മുടെ ഉള്ളിൽ വരാൻ, അതെന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലേ. അതിലാദ്യം ഉണ്ടായിരിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയാണ്, ശുക്റാണ്. അതായത് റബ്ബിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്കുള്ള കാര്യങ്ങളിലൊക്കെ അൽഹംദുലില്ലാ നമ്മളൊരു ഒരു ഒഴുക്കം മട്ട് പറയുന്ന എന്നുള്ളതല്ല. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കാറിൽ യാത്ര ചെയ്യാം. അതായത് ഒരു നോർമൽ കാർ, ഒരു സ്വിഫ്റ്റ് ആയിക്കോട്ടെ. ഒരു സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ വലതു ഭാഗത്ത് കൂടെ ഒരു ബെൻസ്, ബെൻസിനോടൊക്കെ നമുക്ക് നല്ല താല്പര്യമൊക്കെ ഉണ്ട്, ഒരു ബെൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇടതു ഭാഗത്ത് റോഡ് സൈഡിൽ കൂടെ പൊരി വെയിലത്ത് ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു ഉമ്മ നടന്നു പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. വലതു ഭാഗത്തുള്ള ബെൻസിലേക്ക് നോക്കിയിട്ട് നമുക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് നന്ദികേട് കാണിക്കല്ലേ. ഒരു കാറിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ചോദിക്കുന്നത്. അതെനിക്ക് നേടണം എന്നുള്ള ഒരു ആഗ്രഹമോ ഒരു ഗോളോ ഒരു ഇൻറ്റൻഷനോ വെക്കുന്നതല്ല. എന്നാൽ അതെനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളൊരു നിരാശ നമ്മളിൽ ഉണ്ടാകുന്നത് നന്ദികേടാണ്. അതേ സ്ഥാനത്ത് നമുക്ക് അതേ നിമിഷത്തെ തന്നെ ഇടത് ഭാഗത്തേക്ക് നോക്കിയിട്ട് ആ വെയിൽ കൊണ്ടുപോകുന്ന സ്ത്രീയെ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം, അൽഹംദുലില്ലാ ഈ പൊരി വെയിലത്ത് ഇത്ര സുഖമായിട്ട് ഈ കാറിൽ യാത്ര ചെയ്യാനുള്ള ഒരു തൗഫീക്ക് നീ തന്നല്ലോ റബ്ബേ എന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡോട്, അങ്ങനെ ഒരു ശുക്രോട് കൂടി ഹംദ് പറയാം. പിന്നെ വേറൊരു രീതിയിലും നമുക്കിവിടെ പറയാം, ഞാനിപ്പോൾ ഒരു കാറിലാണ്, പക്ഷെ എനിക്ക് ഈ കുട്ടിനെയോ അല്ലെങ്കിൽ ഈ ഒരു ശുക്രിനെയോ ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുക വഴി നിങ്ങൾക്ക് ഇൻഷക്കർത്തും ലസീദ് എന്നൊക്കെ നന്ദി വർദ്ധിപ്പിക്കുക വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ കൂടുതൽ തരും. അൽഹംദുലില്ലാ എനിക്കൊരു കാറുണ്ട്, പക്ഷേ നമ്മുടെ നോട്ടം മുഴുവനും ആ ബെൻസിലും അത് കിട്ടാത്തതിലുള്ള നിരാശയിലുമാണെങ്കിലും ഇവിടെ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. ഇങ്ങനെ റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന, നമ്മളെ പ്രയാസങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് പണം ആവശ്യമുള്ളപ്പം പണം തരും, മറ്റു സഹായങ്ങൾ ആവശ്യമുള്ളപ്പോൾ അത് തരും, ഇങ്ങനെല്ലാം എല്ലാ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് നമുക്ക്.
അപ്പം അയാളോട് ഒരു നന്ദികേട് കാണിക്കാൻ, അയാളിപ്പോൾ എന്തൊരു കാര്യം ഇത് നീ ചെയ്യണ്ട, അതെനിക്ക് ദോഷമാണ് ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് അത് ചെയ്യാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ലേ? ആ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ പ്രയാസം വരില്ലേ? കാരണം അത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ അയാളെ വേദനിപ്പിക്കുന്നത് ശരിയില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡും. അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ, അതിന് നമ്മൾ ഹംദ് പറയുന്ന സമയത്ത് തെറ്റിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടായി വരും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഭക്ഷണം, വായു, വെള്ളം, വാസസ്ഥലം, മക്കള്, കുടുംബം, അതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുഖമായിട്ട് ദഹിക്കുന്നുണ്ട്, കണ്ണിൻ്റെ കാഴ്ച, കാതിൻ്റെ കേൾവി, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പ്രോസസ്സുകൾ, ഹൃദയമിടിപ്പ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു. നീ എനിക്ക് നൽകിയതാണല്ലോ, ഞാൻ ചോദിക്കാതെ അത്രയേറെ തന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഹംദിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് കണ്ണ് തന്നിട്ടുണ്ട്, കണ്ണ് കൊണ്ട് എന്തെല്ലാം കാണാനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട്. ആ ഖുർആനിലേക്ക് നോക്കിയാൽ എനിക്ക് കൂലിയുണ്ട്, ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് കൂലിയുണ്ട്. പക്ഷെ ഹറാമായ കാര്യങ്ങളിലേക്ക് നീ നോക്കരുത്. നിനക്ക് ഞാൻ നാവ് തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. ഈ നാവ് കൊണ്ട് എന്തും എനിക്ക് സംസാരിക്കാം, ഖുർആൻ ഓതാം, ദിക്ർ ചെല്ലാം, നല്ല കാര്യങ്ങൾ ഉപദേശിക്കാം. പക്ഷേ നീ അന്യനെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, അവരുടെ പോരായ്മകളെ എടുത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം, റബ്ബേ എനിക്കിങ്ങനെയൊക്കെ അനുഗ്രഹം തന്ന ഈ ഒരു നാവ് കൊണ്ട് ഞാനത് പറയണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കൂലേ? ഈ നാവിൻ്റെയും ഈ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിൻ്റെയും ആ ഒരു ഹംദ് നമ്മൾ റബ്ബിലേക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് റബ്ബ് തന്ന ഈ ഒരു ശുക്രനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒന്ന് മടിക്കും. ഇത്രയൊക്കെ ഇതെനിക്ക് തന്നത് ഇതിനൊക്കെയാണ്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കാം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം, എൻ്റെ മക്കളോട് സംസാരിക്കാം, എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കാം, എൻ്റെ പാരൻസിനോട് സംസാരിക്കാം, എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, എന്തെല്ലാം ദിക്റുകൾ എനിക്ക് ചെല്ലാനുണ്ട്, ഖുർആൻ ഓതാം, എന്തും എനിക്ക് ചെയ്യാം. പക്ഷേ നിൻ്റെ സഹോദരനെ കുറിച്ച് കുറ്റം പറയരുത്, മറ്റൊരാളുടെ പോരായ്മകളെ നീ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ച ഒരു കാര്യത്തെ നീ എന്താക്കരുത്, വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കരുത്. അപ്പോൾ നമ്മളെ ഈ നാവിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തിക്കുന്ന സമയത്തല്ലേ ഈ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ത്വര വരിക. അപ്പം ഈ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു സമയത്തും നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഗ്രൂപ്പിൽ ഓരോ സബ്ജക്റ്റുകൾ ഞാൻ ഇടും, ഓരോ പാർട്ടിടും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ദിവസവും എഴുതുക. അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും എഴുതുക. മാക്സിമം നിങ്ങൾക്ക് എത്ര ഉണ്ടോ അത്രയും എഴുതുക. അത് എഴുതണോ എന്നുള്ള ചോദ്യം ആരും ചോദിക്കരുത്. കാരണം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങൂ. ഇൻഷാ അല്ലാഹ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഫോർഗീവ്നെസ്സും. എത്രമാത്രം തഖ്വയിലാണെങ്കിലും എത്രമാത്രം സൂക്ഷ്മതയിൽ ജീവിച്ചാലും നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്ത് വന്നിട്ടുണ്ടാകും, തെറ്റുകൾ വന്നു പോകും. കാരണം നമ്മളൊന്നും അത്രയും ഔലിയാക്കളുടെയോ അമ്പിയാക്കളുടെയോ ഒന്നും സ്ഥാനത്തേക്ക് എത്താൻ ഈ പാവപ്പെട്ട നമുക്ക് കഴിയൂലല്ലേ. നമ്മൾ റബ്ബിൻ്റെ സാധാരണയായ മനുഷ്യരായ സൃഷ്ടികളാണ്. നമുക്ക് ദുനിയാവിനോടുള്ള മോഹം, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച നമുക്ക് ദുനിയാവിനോടുള്ള മോഹമുണ്ട്. എന്നാൽ ആലമുൽ അർവാഹിൽ നിന്നും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ റൂഹിന് എന്തുണ്ട്, റബ്ബിൻ്റെ സന്നിധിയിലേക്കുള്ള ഉയർച്ചയുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിൽ തെറ്റുകൾ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഓരോ തെറ്റും വന്നു പോകുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഒരു രാത്രി പോലും നമ്മളിൽ വന്നു പോയ തെറ്റുകൾ ഈ ഒരു നിമിഷം മുതൽ നമ്മൾ ഒരുപാട് രാത്രികൾ അതൊന്നും ആലോചിക്കാതെ കിടന്നു പോയിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളിലുള്ള എല്ലാ അഴുക്കുകളും കഴുകി കളഞ്ഞിട്ട് ഫ്രഷായിട്ട് വന്നൊരു സമയമാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് വന്നൊരു സമയമാണ് റമദാൻ മാസത്തിൽ.
അള്ളാഹുവിൻ്റെ റഹ്മത്തും മൗഫിറത്തും എല്ലാം കിട്ടി, സ്വർഗപ്രവേശനത്തിനുള്ള അനുമതി വരെ കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കലേ. അങ്ങനെ വന്നൊരു സമയത്ത് നമ്മൾ ഇനി ഓരോ ദിവസങ്ങളിലും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. ഇസ്തിഗ്ഫാർ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കണം. നമ്മൾ ഒരാളോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ പറയാതിരുന്നാൽ പറഞ്ഞു പോവും, ചിലപ്പോൾ ദേഷ്യം വന്നു പോവും. അത് ആ നിമിഷത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഫോർഗീവ് ചെയ്യിപ്പിക്കുക. പിന്നത്തേക്കൊരു ബാലൻസ് വെക്കരുത്. ഞാൻ നാളെ ഉംറക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ ചെയ്യാന്നുള്ളൊരു തോട്ട് നമ്മളുള്ളിൽ വരരുത്. അല്ലെങ്കിൽ അടുത്ത റമദാനാവട്ടെ എന്ന് വിചാരിക്കരുത്. ആ ഒരു നിമിഷത്തിൽ തന്നെ, ആ ഒരു സമയം പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ മറ്റൊരാളെടുത്തുള്ളതാണെങ്കിൽ അപ്പം തന്നെ ഫോർഗീവ് ചെയ്യിക്കുക. കൂടാതെ ഇസ്തിഗ്ഫാർ ഒരെണ്ണം നിങ്ങൾക്ക് വെക്കുക, 100 50 10, പക്ഷെ അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ദിവസവും കൊണ്ടുപോവുക. തുടർച്ചയായി ചെയ്യുന്ന അമലുകൾ എത്ര ചെറുതാണെങ്കിലും അത് റബ്ബിന് വളരെ ഇഷ്ടമുള്ളതാണെന്നാണ് പറഞ്ഞത്. അതിന് പ്രത്യേകത പറയുന്നുണ്ട്. നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരമല്, അതായത് ദിവസം ഒരാൾ ദുഹാ നിസ്കരിക്കലുണ്ട്. അപ്പം അയാൾക്കൊരു ദിവസം ഒരു യാത്രയിലായി ആ ഒരു സമയത്ത് ദുഹാ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സമയത്ത് അയാൾ ഉള്ളിലൊരു പ്രയാസം ഉണ്ടായി വരികയാണ്. അപ്പോൾ അള്ളാഹു അത് മലക്കുകളോട് പറയും അവനെ അമല് ചെയ്തതായിട്ട് കൂട്ടണമെന്ന്. അപ്പോൾ കൺസിസ്റ്റൻസിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വലിയ ഭാരമൊന്നും എടുത്തെടുക്കണ്ട. ദിവസം ഒരു 10 സ്വലാത്ത്, അല്ലെങ്കിൽ ഒരു 10 ഇസ്തിഗ്ഫാർ, അല്ലെങ്കിൽ ഒരു യാസീൻ ഓതുക, അല്ലെങ്കിൽ ഒരു തബാറക്ക മുൽക്ക് സൂറത്ത് മഗ്‌രിബിന് ശേഷം. ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ, പല ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. അത് കൃത്യമായിട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക. റമദാനിലേക്ക് നമ്മൾ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇനിയുള്ള മാസങ്ങളിലും ഓരോ മാസത്തേക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. ഈ പ്ലാന് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ നേടണം, അല്ലെങ്കിൽ ഒരു മാസം കഴിയുന്ന സമയത്ത് ഈ മാസം ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ബേക്കായി പോയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിചിന്തനം നടത്താനുള്ളൊരു അവസരം ഉണ്ടാവും. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞാൽ പിന്നെ ഫോർഗീവ്നെസ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, എത്ര ചെറിയ അമലുകളാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസവും ചെയ്യുന്നത് ഒരു വലിയ റിസൾട്ടാണ് ഉണ്ടാവുക. അതുപോലെ മറ്റുള്ളവരുടെ ഈബത്ത് പോലെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കാതിരിക്കുക. അവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മളെ ബാധിക്കുന്നേയില്ല. അത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പം കിട്ടിയിട്ടുള്ള ഒരു ഫിത്രയെ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ശവ്വാൽ മാസത്തിലെ 6 നോമ്പിൻ്റെ പ്രത്യേകത, ശവ്വാലിലെ 6 നോമ്പും കൂടെ നോറ്റാൽ, അത് തുടർച്ചയായിട്ട് വേണമെന്നില്ല, ഏത് സമയത്ത് നോറ്റാലും മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു 6 നോമ്പ് നമ്മൾ നോൽക്കുക വഴി ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവരെ പോലെ ആകുന്നതാണ്. അതായത് റമദാനിൽ 1-ന് 10ൻ്റെ പ്രതിഫലമാണല്ലേ. അപ്പോൾ ഒരു മാസം നോമ്പ് നോറ്റാൽ 10 മാസം നോമ്പ് നോറ്റ പ്രതിഫലം. റമദാന് ശേഷം ഷവ്വാലിലുള്ള 6 നോമ്പിനും റമദാനോട് തുടർച്ചയായിട്ട് നോൽക്കുന്ന അത്രയും പ്രത്യേകത പറയുമ്പോൾ 6 നോമ്പിന് 60 ദിവസത്തെ പ്രതിഫലം വരികയാണെങ്കിൽ 2 മാസം, അങ്ങനെ 12 മാസം നോമ്പിലുള്ളതായിട്ടുള്ള ഒരു കൂലി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 6 നോമ്പും കൂടെ നമ്മൾ പറ്റുന്നവരൊക്കെ, പ്രയാസമില്ലാത്തവരൊക്കെ കൃത്യമായിട്ട് നോൽക്കുക. അപ്പം ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള തഖ്വ, ആ ഒരു ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ടായിരിക്കണം ഇനിയുള്ള നമ്മുടെ ജീവിതം. അപ്പോൾ മാത്രമേ ആ ഒരു ട്രെയിനിങ് കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ ഒരു ട്രെയിനിങ് വെറുതെ ആയി പോയിട്ടായിരിക്കും. എക്സാം നമ്മൾ എഴുതുന്നുണ്ട്, ആ എക്സാമിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. എക്സാം നമ്മൾ കൃത്യമായിട്ട് എഴുതി, അതിൽ ഒരു നോർമൽ എക്സാമിൻ്റെ പറയാം, നന്നായിട്ട് പഠിച്ച് എക്സാമൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടിന് നമ്മൾ നോക്കാതെ, അല്ലെങ്കിൽ ആ റിസൾട്ടിൽ കിട്ടണമെങ്കിൽ നമ്മളെ പേര്, എൻറോൾ നമ്പർ, ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തണം. ഇതൊന്നും രേഖപ്പെടുത്താതെ എക്സാം പേപ്പറിൽ എല്ലാ ഉത്തരങ്ങളും എഴുതിയാലും അയാൾക്കൊരു ഗുണവും ഉണ്ടാവില്ലല്ലേ. അതുപോലെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന് ഒരു സബ്ജക്റ്റ് ഓരോ ദിവസവും പറയുന്നുണ്ട്. അതുപോലെ ഫോർഗീവ്നെസ്, ഇസ്തിഗ്ഫാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ദിവസവും ചെയ്യാം. അത് മറ്റുള്ളവരോടുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ചെയ്ത് തീർക്കുക. പിന്നെ ഇസ്തിഗ്ഫാർ ഡെയിലി എത്രയാണോ, 10 10, 1 1, 100 പറ്റുന്നവർ 100, അത് നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പ്
എന്തായാലും ദിവസവും ചെയ്തിരിക്കുക. പിന്നെ ചെയ്യുന്ന അമലുകൾ, ഇപ്പോൾ റമദാൻ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടാവും. തറാവീഹ് വിത്തറൊക്കെ ഫുള്ള് നിസ്കരിച്ചിട്ടുണ്ടാവും. ഈ വിത്തർ എന്ന നിസ്കാരം റമദാന് ശേഷവും സുന്നത്തുള്ളതാണ്. ഒറ്റയാക്കപ്പെട്ട വിത്തർ എനിക്കുള്ളതാണ്, ഞാൻ ഏകനാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു സാക്ഷിയുണ്ട്. അതായത് ഒറ്റയാക്കപ്പെട്ട നിസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന്. അപ്പോൾ അത് ഒരു റക്കായത്താണ്, ഒരു റക്കായത്ത് 3 ചെയ്യാൻ പറ്റുന്നവരൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ റമദാൻ്റെ തുടർച്ചയിൽ റമദാൻ കൊണ്ട് വിജയിച്ച ആളുകളുടെ ലിസ്റ്റിലേക്ക് നമ്മുടെ പേര് വരാൻ കാരണമാകുന്നതാണ്. അപ്പോൾ ശവ്വാലിലെ നോമ്പ് കഴിയുന്നവർ നോമ്പ് നോറ്റുവിടുക. പിന്നെ അള്ളാഹു ഈ ഒരു ലൈഫിൽ നമ്മളിൽ തെറ്റുകൾ വന്നു പോകുന്നത് നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ ഫോർഗീവ് ചെയ്യുക. പിന്നെ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നിലനിർത്താൻ കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഒരിക്കലും ഞാനൊരു പൂർണ്ണതയിലെത്തിയിട്ടല്ല നിങ്ങളടുത്ത് പറയുന്നത്. മറ്റൊരാളടുത്ത് നമ്മൾ അറിയുന്ന അമലുകൾ ഉപദേശിക്കുന്ന സമയത്ത് അല്ല പറയുന്ന സമയത്ത് അത് ഞാൻ എന്നോട് കൂടെ പറയുന്ന ഒരു റിമൈൻഡറാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്നോട് കൂടി പറയുന്നതാണ്. അപ്പോൾ അത് എന്നിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, കട്ടാവുന്നതിൻ്റെ മുമ്പാണെങ്കിൽ.